ഇപ്പൊ നഗരത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയി പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിന് കാരണം ഈ കറുപ്പ് ടീച്ചറാണ്. ജൂലി ഒരു ഇന്ത്യക്കാരിയേ അല്ല, പക്ഷെ അവർ ചെറുപ്പം മുതലേ ഇന്ത്യയിലായിരുന്നു. ജൂലിയുടെ കഥ 20 വർഷത്തിനു മുന്നേ സെന്റ് തോമസ് ചർച്ചിൽ ആരംഭമായി. ഒരു ദിവസം ജൂലി ആ ചർച്ചിൽ ആദ്യമായി വന്നിരുന്നു. ജൂലിയുടെ കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു. സിസ്റ്റർ, ഇത് ജൂലി. ഇവളെ നോക്കാൻ ഇപ്പൊ ഇവളുടെ കുടുംബത്തിൽ വേറെ ആരുമില്ല. ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ? അതെ ജൂലി, നീ വിഷമിക്കണ്ട. ഇന്നു മുതൽ ഞങ്ങളാ നിന്റെ കുടുംബം. അന്നാ ചർച്ചിൽ എല്ലാവരും ജൂലിയെ അവരുടെ സ്വന്തമായി കണ്ടു. ചർച്ചിലുള്ള എല്ലാ സിസ്റ്റേഴ്സും ജൂലിയെ വളരെ നന്നായി നോക്കി. അവർ അവളോടൊപ്പം കളിക്കും, പിന്നെ ചിരിക്കും. അവളെ എപ്പോഴും സന്തോഷത്തോടെ നോക്കും. എപ്പോഴൊക്കെ ജൂലി ചർച്ചിൽ നിന്ന് പുറത്തു വരുന്നോ, ജനങ്ങൾ അവളെ നോക്കി വഴക്ക് പറയും. ഓ അയ്യോ, ഈ പെൺകുട്ടി കരിക്കട്ടേക്കാൾ കറുപ്പാണല്ലോ. ഇവൾ യഥാർത്ഥത്തിൽ ഇത്രയും കറുപ്പാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവളെ കരിച്ചതാണോ? സിസ്റ്റർ, നിലക്കരിന്ന് എന്താ അർത്ഥം? ഒന്നുമില്ല, അവർ പറയുന്നത് നീ ശ്രദ്ധിക്കണ്ട. അയ്യോ ദൈവമേ, ഈ കുട്ടിയെ കാണാൻ എന്താ ഇത്ര ഭയങ്കരമായിരിക്കുന്നേ. കാണുമ്പോഴേ പേടിയാകുന്നു. ഈ കുട്ടിയെ നോക്കി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ആവശ്യമില്ലാതെ ഈ കുട്ടിയെ ചീത്ത പറയുന്നത്? ഓ മേഡം, ഈ പെൺകുട്ടിയെ പോലെയല്ല, പ്രേതം പോലെയാണുള്ളത്. ജൂലി, നമുക്ക് തിരിച്ച് ചർച്ചിൽ പോകണം മോളെ. സിസ്റ്റർ ജെയിൻ ജൂലിയുടെ കൈ പിടിച്ചുകൊണ്ട് വേഗം അവളെ ചർച്ചിലേക്ക് കൊണ്ടുവന്നു. ജെയിൻ സിസ്റ്റർ നേരെ ഹെഡ് സിസ്റ്ററുടെ അടുത്ത് ചെന്ന് ഇന്ന് പുറത്ത് സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു. സിസ്റ്റർ, എനിക്ക് മനസ്സിലാകുന്നില്ല, ജനങ്ങൾ എന്തിനാണ് ജൂലിയെ കറുത്തു എന്ന ഒരു കാരണം കൊണ്ട് ചീത്ത പറയുന്നത്? പാവം ആ കുട്ടി, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലേ. അവളെ ഇന്നു മുതൽ ചർച്ചിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകണ്ട, പിന്നെ അവളുടെ മനസ്സൊരുപാട് കഷ്ടപ്പെടും. ഓക്കെ സിസ്റ്റർ. പക്ഷേ അതിനു മുന്നേ ജൂലി അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവളുടെ മുഖം നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എല്ലാരെക്കാളും എന്താ കറുത്തത്? ശരിക്കും ഞാനൊരു പ്രേതമോ? മെല്ലെ മെല്ലെ ജനങ്ങൾ പറയുന്ന ആ വാക്കുകളെല്ലാം ജൂലിയെ ബാധിക്കാൻ തുടങ്ങി. അവൾ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പൊ ജൂലി ദിവസം മുഴുവൻ ചർച്ചിനകത്തായിരുന്നു. ഒരു ദിവസം ചർച്ചിൽ ഏതൊരു കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നു. ഒരുപാട് ഗസ്റ്റ് വന്നിരുന്നു. ജൂലിയെ റെഡിയായ ഫംഗ്ഷനിലേക്ക് വന്നു. ജൂലിയെ കണ്ടുടനെ ജനങ്ങളെല്ലാം അവളെക്കുറിച്ച് എന്തൊക്കെയോ പറയാൻ വേണ്ടി തുടങ്ങി. എത്ര കറുത്തതാണ് ഈ പെൺകുട്ടി. ദയവ് ചെയ്ത് ആരും അങ്ങനെ പറയരുത്. ദൈവത്തിന്റെ വീട്ടിൽ കറുപ്പ് വെളുപ്പ് ഒക്കെ ഒന്ന് തന്നെ. ജൂലി, നീ കുട്ടികളോട് കളിക്കി. ജൂലി കുട്ടികളോടൊപ്പം കളിക്കാൻ അവിടേക്ക് പോയി. പക്ഷേ ആ കുട്ടികളും ജൂലിയുടെ കറുപ്പ് നിറം കണ്ട് പേടിച്ചു പോയി അവിടുന്ന് ഓടി. ജൂലി ഒരുപാട് വിഷമിച്ചു. നേരെ അവൾ അവളുടെ മുറിയിലേക്ക് ചെന്നു. സിസ്റ്റർ, ജൂലി ശരിക്കും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. ഒരു കുഴപ്പമില്ല, ഇനി മുതൽ ജൂലി കറുപ്പ് നിറം കൊണ്ട് അധികം വിഷമിക്കാൻ പോകുന്നില്ല. പക്ഷെ എങ്ങനെ? ജസ്റ്റ് വെയിറ്റ്. സിസ്റ്റേഴ്സ് രണ്ടുപേരും ജൂലിയുടെ മുറിയിൽ ചെന്നു. ഓ ജൂലി, എനിക്കറിയാം നീ വിഷമിക്കുന്നുണ്ടെന്ന്. ജൂലി അവളുടെ കണ്ണീർ തുടച്ചു. ജനങ്ങൾ എല്ലാരും പറഞ്ഞതിൽ നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താ തോന്നുന്നെങ്കിൽ നിറത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. നിറത്തിൽ എന്താ ഉള്ളത്? നിറത്തിൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ജനങ്ങൾ എന്തിനാ എന്നെ ഓരോന്ന് പറയുന്നത്? എന്തെന്നാൽ അവർക്ക് നിന്നെ കുറിച്ച് അറിയില്ല. നിന്റെ ഭംഗിയെക്കുറിച്ച് അവർക്ക് അറിയില്ല. അവർക്ക് ഒന്നുമേ അറിയില്ല. എന്നെ കുറിച്ച് ജനങ്ങൾക്കറിയാൻ അങ്ങനെ എന്താണുള്ളത്? ഒരുപാട്. ഹെഡ് സിസ്റ്റർ അവരുടെ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ജൂലിയുടെ കുടുംബത്തിന്റേത്. ആ ഫോട്ടോയിൽ ജൂലിയുടെ അച്ഛനമ്മ, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും. ഇത് നോക്ക്, ഇതാണ് നിന്റെ ഫാമിലി. ഇത് നിന്റെ അച്ഛൻ പൈലറ്റ് ജോൺ, നിന്റെ അമ്മ റെബേക്ക, ഒരു നഴ്സ്. ഇത് നിന്റെ മുത്തശ്ശൻ ഡോക്ടർ ഹെൻറി. ഇത് നിന്റെ മുത്തശ്ശി ടീച്ചർ നിക്കോൾ. ഇവരെല്ലാരും എനിക്കറിയാം, പക്ഷെ ഇതിലാരും ഇപ്പൊ ജീവനോടെ ഇല്ല സിസ്റ്റർ. ഹാ, പക്ഷെ ഇവർ കാരണം ഇപ്പൊ ഒരുപാട് പേർ ജീവനോടുണ്ട്. നിന്റെ മുത്തശ്ശനും മുത്തശ്ശി വേൾഡ് വാർ 2-ൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഒരു ഫൈറ്റർ പൈലറ്റ്. നിന്റെ അമ്മ ഒരു ആർമി നഴ്സ്.
അവർ നമ്മുടെ നാട് രക്ഷിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ജീവൻ നൽകി. നീ ഇങ്ങനെയുള്ള മഹാന്റെ കുടുംബത്തിൽ ജനിച്ചവളാണ് ജൂലി. ആൻഡ് ഐ നോ നീയും ഇതേപോലൊരു മഹാനായിരിക്കും. പക്ഷെ എങ്ങനെ? ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. നടക്കും. നിന്നെ ആരൊക്കെ വെറുക്കുന്നോ അവരെയും നീ സ്നേഹിക്കുമ്പോൾ. ജൂലി, നീ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ടീച്ചറാകണം. എല്ലാ കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഈ നല്ല സ്വഭാവമാണ് നിനക്കുള്ളത്. നീ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിക്കണം. പിന്നെ നോക്ക്, എല്ലാവരും നിന്നെ തീർച്ചയായും സ്നേഹിക്കും. ഓക്കെ സിസ്റ്റർ. ഹെഡ് സിസ്റ്റർ ജൂലിയുടെ മനസ്സിൽ ഒരു വിശ്വാസം വരുത്തിക്കൊടുത്തു. അന്നു മുതൽ ജൂലി മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ട് പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ നാൾ മുഴുവനും പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അവൾക്ക് ഒന്നിനെക്കുറിച്ചും പേടിയില്ല. ജനങ്ങൾ അവളെ ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവൾ സന്തോഷത്തോടെ ഇരുന്നു. നാളുകളും കടന്നുപോയി. ഫൈനലി ജൂലി ടീച്ചറായി. ചർച്ചിലുള്ള എല്ലാ സിസ്റ്റേഴ്സും സന്തോഷിച്ചു. സിസ്റ്റർ, എനിക്ക് പഠിപ്പ് ഫ്രീ ആയി കൊടുക്കണം. ഈ നല്ല ചിന്തയ്ക്ക് ഞങ്ങൾ നിന്നെ തീർച്ചയായും സഹായിക്കും. ജൂലി ചർച്ചിനടുത്ത് കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കാൻ തുടങ്ങി. പാവപ്പെട്ട കുട്ടികൾ ഒരുപാട് പേർ ജൂലിയുടെ അടുത്ത് പഠിച്ചു. ജൂലി സന്തോഷത്തോടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കുട്ടികൾക്ക് ജൂലിയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ അവളോടൊപ്പം സന്തോഷമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ജൂലിയുടെ ഈ ഫ്രീ എഡ്യൂക്കേഷന് വേണ്ടി ജനങ്ങൾ എല്ലാവരും പൈസ കൊടുക്കാൻ തുടങ്ങി. ആ ഡൊണേഷൻ പൈസയിൽ ജൂലി ഒരു സ്കൂൾ ആരംഭിച്ചു. അവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല പഠിപ്പ് ഫ്രീ ആയി കൊടുത്തു. ജൂലിയുടെ ഈ സേവനം തുടർന്നുകൊണ്ടേയിരുന്നു. അവളുടെ ഈ സേവനത്തിന് വേണ്ടി സർക്കാർ അവൾക്ക് ഒരുപാട് പാരിതോഷികം കൊടുത്തു. താങ്ക് യു. മെല്ലെ മെല്ലെ ജനങ്ങളെല്ലാവരും ജൂലിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ആരൊക്കെ ജൂലിയെ ചീത്ത പറഞ്ഞു, ഇന്ന് അവരും ജൂലിയെ അഭിനന്ദിച്ചു കൊണ്ടിരുന്നു. താങ്ക് യു ടീച്ചർ. ഇന്ന് നിങ്ങൾ കാരണമാണ് എന്റെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത്. നിങ്ങൾ അവനെ നന്നായി പഠിപ്പിക്കൂ. ജൂലി ഇപ്പൊ വളരെ സന്തോഷത്തിലായിരുന്നു. താങ്ക് യു സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ, വെറുപ്പ് നമ്മുടെ സ്നേഹം കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന്. നിന്റെ വിചാരങ്ങൾ നല്ലതാണ് ജൂലി. എനിക്ക് തോന്നുന്നു നീ ഇനിയും വളരുമെന്ന്. ബ്ലെസ്ഡ് യു ചൈൽഡ്. താങ്ക് യു സിസ്റ്റർ. ന്യൂസ് പേപ്പറിൽ എപ്പോഴും ജൂലിയെക്കുറിച്ചുള്ള ന്യൂസ് വന്നുകൊണ്ടിരുന്നു. ഒരുപാട് പേർ ജൂലിയെ കളിയാക്കി കറുപ്പ് ടീച്ചർ എന്നാണ് വിളിക്കുക. പക്ഷെ ആ വാക്കുകളെക്കുറിച്ച് ജൂലി വിഷമിച്ചതേയില്ല. അവൾ വിചാരിച്ചത് നടക്കണം.